ഹായ് ഫ്രണ്ട്സ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആപ്ലിക്കേഷൻ ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസമായി നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മെയ് 31 ലാസ്റ്റ് ഡേറ്റ്. എന്നാൽ ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 27, അതായത് നാളെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. അതായത് ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവുന്നതിന് മുന്നെയാണ് കഴിഞ്ഞ വർഷവും കണ്ണൂർ യൂണിവേഴ്സിറ്റി ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തത്. അതായത് 27 അല്ലെങ്കിൽ 26 ഒരു നിശ്ചിത ഡേറ്റ് വരെ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. ട്രയൽ അലോട്ട്മെൻറ്റ് ഒരിക്കലും യഥാർത്ഥ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റോ അല്ല. അതുവരെ കിട്ടിയ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പബ്ലിഷ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ എല്ലാം വരുന്നുണ്ട് എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളൊരു ട്രയൽ മാത്രമാണ്. അതൊരു യഥാർത്ഥ അലോട്ട്മെൻറ്റ് അല്ല. എങ്കിലും നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏകദേശം ഒന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ്റെ നില വെച്ചിട്ട് നമ്മളെ പൊസിഷൻ എന്നൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. നാളെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് കോളേജ് ജോയിനിങ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കോളേജ് ജോയിനിങ്. കഴിഞ്ഞ വർഷമൊക്കെ 3 അലോട്ട്മെൻറ്റ് വന്നിട്ടാണ്. ഈ വർഷം 2 അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ കോളേജ് ജോയിനിങ് അനുവദിക്കുന്നതായിരിക്കും. ആ സമയത്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണമെന്നില്ല. ഇഷ്ടപ്പെട്ട കോളേജ് കോഴ്സ് അല്ല കിട്ടിയത് എങ്കിൽ വീണ്ടും നമുക്ക് ഫീസ് അടച്ചുകൊണ്ട് ടെമ്പററി അഡ്മിഷൻ എടുത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 3ാമത്തെ അലോട്ട്മെൻറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കോളേജ് അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ടെമ്പററി കിട്ടിയെടുക്കുന്ന TC സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് 3ാമത് കിട്ടിയ കോളേജിലേക്ക് ജോയിനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോൾ സംശയമുണ്ട്. 4 years ഡിഗ്രി പ്രോഗ്രാമാണ്, മേജർ മൈനസ് കോഴ്സ്, ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്ത് ആപ്ലിക്കേഷൻ ടൈമിൽ സെലക്ട് ചെയ്യണേ എന്നൊക്കെ. ഇപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ മേജർ മെയിൻ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ BA എക്കണോമിക്സിനാണ് അപ്ലൈ ചെയ്യുന്നത്, BA എക്കണോമിക്സ് വിത്ത് ഓണേഴ്സ് എന്നോ എങ്ങനെയാണ് ഉള്ളത്, നമ്മുടെ പ്രോസ്പെക്ടസിൽ എങ്ങനെയാണ് ഉള്ളത്, അല്ലെങ്കിൽ കോളേജ് കോഴ്സ് എങ്ങനെയാണ് ഉള്ളത്, അതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം മൈനർ കോഴ്സൊക്കെ സെലക്ട് ചെയ്യാനുള്ള സമയം നമുക്കുണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ BSc ഫിസിക്സ് ആണ്, BSc ഫിസിക്സ് ഓപ്റ്റ് ചെയ്യുക. പിന്നീട് മൈനർ കോഴ്സൊക്കെ നമുക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അതാത് സമയം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ചെയ്യുക എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും. ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 വർഷത്തിനുള്ളിൽ നമ്മൾ 133 ക്രെഡിറ്റ് സ്കോർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അതായത് ഇൻക്ലൂഡിങ് നമ്മൾ യൂണിയൻ വർക്ക് പോലും, അതായത് നമ്മൾ കോളേജ് യൂണിയനിൽ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളിപ്പോൾ NSS NCC അതിനൊക്കെ ഗ്രേസ് മാർക്ക് എന്നതിനപ്പുറം ക്രെഡിറ്റ് നമുക്കുണ്ട്. അതിന് പുറമെ മറ്റ് കോഴ്സസ് നമുക്ക് ചെയ്യാം. അതേ കോളേജിൽ ചെയ്യാം, പുറത്തുള്ള കോളേജിൽ ചെയ്യാം, ഓൺലൈനായിട്ട് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ക്രെഡിറ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടും. അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോഴും ആകുലപ്പെടേണ്ട. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നമുക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കുന്നു, ഡീറ്റെയിൽ നമ്മുടെ കൊടുത്ത എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് കോളേജിൽ പോയിട്ട് ആദ്യം വേണമെങ്കിൽ നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ അവസരം കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ക്രെഡിറ്റ് എന്താണ്, മേജർ കോഴ്സ്, മൈനർ കോഴ്സ്, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി കോഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ ബാസ്ക്കറ്റോ കോഴ്സസ് ഉണ്ട് എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് ഓപ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആകുലതകളൊന്നും ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട. അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടും കോളേജിലെത്തിക്കഴിഞ്ഞാൽ. എന്തായാലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പബ്ലിഷ് ചെയ്യുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.